ശ്രീനി, എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദേഷ്യപ്പെടുക? ഞാനോ? ഒരു കാലമില്ല. ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? അന്ന് ഞാൻ കൽമണ്ഡപത്തിൽ വരാത്തതിന്. അതുകൊണ്ട് ഞാൻ വേദനിച്ചു, വളരെയേറെ വേദനിച്ചു. ഞാനിനി എന്റെ രാഗി വിടില്ല. ഞാനിനി പോവുകയുമില്ല. സത്യം? ഞാനിവിടെ താമസിച്ചോട്ടെ? പിന്നെ ഇവിടെ താമസിക്കാം. എന്റെ അമ്മൂമ്മ മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. ഞാനുണ്ട്, എന്റെ രാഗിക്ക് ഞാനുണ്ട്. എനിക്ക് എന്റെ രാഗിയും. ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ രാഗി അടുത്ത വീട്ടുകാർക്ക് പരിചയപ്പെടുത്തട്ടെ? ഇന്ന് തന്നെ വേണോ? വേണം. ഞാനൊരു പഴഞ്ചനാണ്. ഒരു പെണ്ണുമായി രാത്രി ഇവിടെ കഴിഞ്ഞുകൂടിയെന്ന് വല്ലവരും അപവാദം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് അയൽക്കാരനോട് ഞാൻ പറയാൻ പോവുകയാണ്, ഇത് വല്ല പെണ്ണൊന്നും അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന്. തുണ്ടി സഹിതം ഹാജരാക്കാൻ പോവുകയാണ് അല്ലേ? എന്നാണ് വിവാഹം? നാളെ തന്നെ. വീട്ടുകാരെയൊക്കെ അറിയിക്കണ്ടേ? എനിക്ക് വളരെ അകന്ന ബന്ധുക്കളേ ഉള്ളൂ. എന്നെ പോലെ. ഇത് രാഗിണി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മിസ്റ്റർ ശ്രീനിവാസൻ ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. കേട്ടോ കല്യാണി, മിസ്റ്റർ ശ്രീനിവാസൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണിത്. ആരോടെ വന്നു? ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഏതാണ് ഈ പെൺകുട്ടി? എന്നെ പോലെ തന്നെ രാഗിണിക്കും അടുത്ത ബന്ധുക്കളാരുമില്ല. എന്താ എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? മിസ്റ്റർ ശ്രീനി ഭാഗ്യവാനാണ്. ഈ പട്ടി എന്തോന്ന് കിടന്ന് പോകുന്നത്? എന്തോ കണ്ട് പേടിച്ചിട്ടായിരിക്കും. ഓ, എന്ത് കണ്ട് ഭയക്കാനാണ്? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് മൃഗങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഷീനിക്ക് പറ്റിയ കൂട്ടുകാരി തന്നെ. മനുഷ്യർക്ക് കാണാൻ പാടില്ലാത്തത് മൃഗങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ യക്ഷികളെയും പ്രേതങ്ങളെയും നടത്തും. രണ്ടുപേരും കൂടെ ചേരും. എന്താ ഇത്ര നാണം? അതൊക്കെ പിന്നെ പറയാം. അല്ല അതുകൊട്ടെ, വിവാഹം എന്നാ? നാളെ തന്നെ നടത്തിയാൽ എന്തെന്ന് ആലോചിക്കുകയാണ്. സബ് രജിസ്ട്രി കച്ചേരിയിൽ വെച്ചാണ്. അപ്പൊ വിവാഹം സ്വർഗത്തിൽ മാത്രമല്ല സബ് രജിസ്ട്രി കച്ചേരിയിലും നടക്കും. നിങ്ങൾ രണ്ടുപേരും രജിസ്ട്രി കച്ചേരിയിലേക്ക് വരണം. റെഡി? ഇതിന് സാക്ഷി നിൽക്കണമല്ലോ. റെഡി? അത് കഴിഞ്ഞതും ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് നാളെ തന്നെ പോകും. മധുവിധുവിന് അവര് നല്ല ആളുകളാണ് അല്ലേ?
വെരി ഗുഡ് പീപ്പിൾ. ഓ, എന്റെ പെട്ടി പാലച്ചൂട്ടിൽ വെച്ച് മറന്നുപോയി. വെയിറ്റ്, ഐ ഷാൽ ബ്രിങ്. ഓ, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റട്ടെ. മറികളും കുറെ നേരത്തേക്ക് അകത്തേക്ക് വരരുത്. അപ്സരസേ, ഞാനും വന്നൂടെ? അപ്സരസേ, സാരി മാറ്റി കൊടുക്കാൻ പോവുകയാണ്. എനിക്കും നിരോധനമുണ്ടോ? ഇപ്പോൾ മാത്രം. എപ്പോഴും എനിക്ക് അവകാശപ്പെട്ടതല്ലേ? അതെ. എന്റെ മൗലികാവകാശം ലംഘിക്കരുത്. ഇല്ല. ഞാൻ വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ വരും. വേണ്ട. ഞാൻ സ്വപ്നം കാണുകയാണ്. ഇല്ല. സത്യം കാണുകയാണ്. അനാഥയായൊരു പെണ്ണ് സനാഥയാകുന്നു. ശ്രീനി, ആസിഡ് വീണു പൊള്ളി ആ മുഖത്തെ ഞാനൊന്ന് ചുംബിക്കട്ടെ. എന്റെ ദാഹമാണ്, ദാഹം. ശ്രീനി, രാഗി, രാഗി പോയി കിടന്നോളൂ. നാളെ അതിരാവിലെ നമുക്ക് പോകണമല്ലോ. രാഗി പോയി കിടന്നോളൂ, പോയി കിടന്നോളൂ. ഓക്കെ, ഇനി അവിടെ ഇരിക്കൂ. എന്താണെന്ന് മിണ്ടാത്തത്? അതാ അവിടെ 3 കടലുകൾ ചേരുന്നതിന് അഭിമുഖമായി നിത്യകന്യകയായ കന്യാകുമാരി കാമുകന് വേണ്ടി കാത്തു നിൽക്കുന്നു. യുഗങ്ങൾ കടന്നുപോയാലും ആ കാത്തുനിൽപ്പ് തുടരും. കാലത്തിന് തരിമ്പെങ്കിലും നശിപ്പിക്കാൻ കഴിയാത്തതാണ് പ്രേമം. ശ്രീനി, ഞാൻ അങ്ങയെ പ്രേമിക്കുന്നു. ഇതെന്താ ചോരയോ? ഇതെങ്ങനെ വന്നു? മണൽ വീണപ്പോ
കല്ലോ മറ്റോ കൊണ്ടതായിരിക്കും. നിന്റെ ചുണ്ടിലുണ്ടല്ലോ. ആ ശ്രീനിയുടെ കവളിൽ നിന്നും പുരണ്ടതാ. ആഹാ. Come in. മീൽസ് റെഡി. എനിക്കൊന്നും വേണ്ട. ശ്രീനിക്ക് എന്തെങ്കിലും? എന്നാൽ എനിക്കും വിശപ്പില്ല. അയ്യോ, എന്തെങ്കിലും കഴിക്കൂ. എനിക്ക് തീരെ വിശപ്പില്ലാഞ്ഞിട്ടാണ്. എനിക്ക് തീരെ വിശപ്പില്ലാഞ്ഞിട്ടാ. ഞങ്ങൾക്കൊന്നും വേണ്ട. വിജയലക്ഷ്മിക്ക് അറിയാമോ എന്നെ വിവാഹം കഴിച്ചത്? വിജയലക്ഷ്മി നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ? പക്ഷേ അറിയാം. എങ്ങനെ? ഇന്ന് രാവിലെ തങ്കവും കല്യാണിയമ്മയും തമ്മിൽ രഹസ്യം പറയുന്നത് കേട്ടു. അവരെന്താണ് പറഞ്ഞത്? ഞാൻ വിജയലക്ഷ്മിയേക്കാൾ സുന്ദരിയാണ്, അവൾ എന്നെ കണ്ടാൽ അസൂയപ്പെടുമെന്ന്. ശരിയാണ് രാഗി, അവളേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരിയാണ് നീ. അന്ന് രാത്രി ആദ്യമായി ഞാൻ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നിയെന്നോ? എന്ത് തോന്നി? ബോട്ടിസെല്ലിയുടെ വീനസിനേക്കാൾ സുന്ദരിയാണ് നീ എന്ന്. ആരാണ് ഈ ബോട്ടിസെല്ലി? ഒരു ചിത്രകാരൻ. ആട്ടെ, വിജയലക്ഷ്മിക്ക് എന്നോട് അസൂയ തോന്നേണ്ട കാരണം? അവൾ എന്റെ ആദ്യത്തെ കാമുകയായിരുന്നു. എന്താ രാഗി? ഞാൻ വിജയലക്ഷ്മിയുടെ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. എന്ത് നഷ്ടം? ശ്രീനിയെ ഉപേക്ഷിച്ചപ്പോൾ അവൾക്കൊരു നല്ല കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു. എന്റെ ഈ മുഖം അവൾ എങ്ങനെ സഹിക്കും രാഗി? ഞാനെങ്ങനെ സഹിക്കുന്നു? എന്തോ എനിക്കറിഞ്ഞോടാ, ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല. രാഗി എന്തിനാണ് എന്റെ ഈ കരിഞ്ഞ മുഖത്തിന്റെ പിന്നാലെ വന്നത്? എനിക്ക് ഈ മുഖം ഇഷ്ടമാണ്. വെറുതെ പറയല്ലേ? അല്ല, ഞാൻ ഈ മനസ്സിന്റെ സൗന്ദര്യമാണ് കാണുന്നത്. ശ്രീനി ഒരു കലാകാരനാണ്, ഒരു കവിയുടെ ഹൃദയമാണ് ശ്രീനിക്കുള്ളത്. ശ്രീനിയുടെ ഭാര്യയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ സംസാരിച്ച് നേരം വെളുപ്പിച്ചാൽ മതിയോ?